എനിക്ക് അറിയുന്നില്ല കേട്ടോ എന്താ നിസ്സാരല്ല. നല്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കഷ്ടപ്പാടെന്നാ. കഷ്ടപ്പെട്ടാൽ തന്നെയാണ് ഇന്നൊരു ഒരു രൂപയെങ്കിലും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അത് ഒരു പൈസ പോലും വെറുതെ നമുക്ക് കിട്ടില്ല. അത് യൂട്യൂബ് ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, കഷ്ടപ്പെടാതെ ഒന്നും കിട്ടില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ എന്താ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു സന്തോഷമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചടപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം എന്തായാലും വന്നെത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം എന്താ പറയുക, നമ്മൾ വിരുന്ന് പോക്കും അതും ഇതൊക്കെ ആയിരുന്നല്ലോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയണ്ടാവുമായിരിക്കും. വിരുന്ന് പോയിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇരുന്ന് വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ആകെ ബഹളവും കുട്ടികളുടെ പിന്നാലുള്ള ഓട്ടോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ പോയി, കിച്ചു പോയി, സ്കൂളിൽ പോയി, തുമ്പിക്കുട്ടി അംഗനവാടി പോയി. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ കലപില ബഹളത്തിൽ എടുക്കാനായിട്ട് പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താ ഇനി വലിച്ചു നീട്ടുന്നില്ല കേട്ടോ, നമുക്ക് കാര്യത്തിലേക്ക് നേരെ കടക്കാം. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷമായി ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 4 വർഷം. നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ 2ാം ഘട്ടത്തിലാണ് തോന്നുന്നു. എനിക്ക് അതിൻ്റെ കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ 4 വർഷമായിട്ടുണ്ട്. അതിൽ എന്താ ഞാൻ കറക്റ്റായിട്ട് ഒരു വർഷമോ അങ്ങനെയൊക്കെയാണ് വീഡിയോ കറക്റ്റായിട്ട് ഇട്ടിട്ടുള്ളൂ വീഡിയോ. അന്നൊക്കെ അറിയാലോ നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയായിരുന്നു, ഡൗൺ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചെറിയ ചാനലാവുക കാരണം കൊണ്ട് ഇപ്പോഴും ചെറിയ ചാനൽ, വലിയ ചാനൽ എന്നല്ല കേട്ടോ പറയുന്നത്. എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡൗൺ ആയി കിടക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഡെയിലി വീഡിയോ ഇട്ടിട്ട് ഞാനൊരു നമ്മുടെ വാച്ച് ടൈം എന്ന് പറയുമ്പോൾ ഒരു 700-800ൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം കൊണ്ട് കേട്ടോ. ഒരു വർഷത്തിൽ അത്ര എത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോൾ അത് തന്നെ മനസ്സിലാക്കാമല്ലോ നമ്മുടെ ചാനൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫോണിന് ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒക്കെ ആവുക കാരണം കൊണ്ട് തന്നെ ഒരു 1.5 വർഷം ഞാൻ വീഡിയോ തന്നെ ഇട്ടിട്ടില്ല. യൂട്യൂബിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ. അത് പോയി, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെയും ഞാൻ ആ ഒരു പൊട്ടിയ ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. പൊട്ടിയത് അത് വേറെ എവിടെ പൊട്ടിയാലും കുഴപ്പമില്ല, ക്യാമറ നോക്കിയിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു മങ്ങിയതുപോലെയൊക്കെ ആയിരുന്നു. പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല ഉണ്ടാകുക. എന്നാലും ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു 9-10 മാസത്തിന് മുൻപ് അന്നാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്നത്തെ കണ്ടന്റ് അല്ല ഇന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഡെയിലി വ്ളോഗ് പോലത്തെ വീഡിയോസ് ആവുക കാരണം തന്നെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാവാൻ, ഇൻട്രസ്റ്റ് ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ തുടങ്ങി കേട്ടോ. അത് കൂടെ തന്നെ ഒരുപാട് സപ്പോർട്ടും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇടലും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ യൂട്യൂബ് നടന്നിട്ട് ഇത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്രയും ഒരു ലോങ് ടൈമിന് ശേഷം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ, എങ്ങനെ സന്തോഷം, എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്താ പറയുക, അന്ന് മോണിറ്റൈസ്ഡ് ആയെന്ന് പറയുമ്പോൾ ഇന്നല്ല കേട്ടോ, നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ദിവസം അതിന് മുന്നേ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഗ്യാപ്പ് ഇട്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വീട് ചളവറ എത്തിയതിന് ശേഷം ഞാൻ എടുക്കണ ആദ്യത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. കാരണം എനിക്ക് നിങ്ങളടുത്ത് പറയാതെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളിങ്ങനെ എന്താ പറയുക, പറയുന്നുണ്ട്, എന്നും പറയും. ഇടയ്ക്കുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സന്തോഷമായിട്ടുള്ള കാര്യം പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കമൻറ്റ് വന്നിട്ടുണ്ടാകും എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അതുകൊണ്ടാണ്, എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എത്തുന്നതിന് മുന്നേ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. മോണിറ്റൈസേഷൻ അങ്ങോട്ട് ഓണായി കിട്ടിയപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയതുപോലെ. ഞാൻ ഇപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ യൂട്യൂബ് വരുമാനമോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ അധ്വാനം തന്നെയായിരുന്നു, സത്യം പറഞ്ഞാൽ അധ്വാനം തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ കാണുന്നവർക്ക് വെറും നിസ്സാരമായിരിക്കും ഇത്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടാൽ പൈസ കിട്ടും, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ചുറ്റുപാടുള്ളത്. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട്, എൻ്റെ ഒരു അനുഭവത്തിലുണ്ട്.
അപ്പോൾ എന്താ അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം പറയുമ്പോൾ ഇതൊരു നിസ്സാര കാര്യമായിട്ട് കാണുകയും ചെയ്യരുത്. കാരണം ഇത് നിസ്സാരമല്ല. നല്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കഷ്ടപ്പാടെന്നാ. കഷ്ടപ്പെട്ടാൽ തന്നെയാണ് ഇതിന്നൊരു ഒരു രൂപയെങ്കിലും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കഷ്ടപ്പെടാതെ ഒരു പൈസ പോലും വെറുതെ നമുക്ക് കിട്ടില്ല. അത് യൂട്യൂബ് ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, കഷ്ടപ്പെടാതെ ഒന്നും കിട്ടില്ല. എന്താ അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ മോണിറ്റൈസേഷൻ വരെ എത്തിയത്. ഇനി വരുമാനത്തിന്റെ കാര്യം അതൊക്കെ പിന്നീടുള്ള കാര്യം. ഇപ്പം ഞാൻ ഇത്രയെങ്കിലും എത്തിച്ചത് എനിക്ക് എന്നോടൊരു അഭിമാനം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആവുന്ന, അങ്ങനെ ഒരു ഡോളർ ചിഹ്നം അവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. ഈശ്വരാ, ഞാൻ വീഡിയോ ഇട്ടിട്ട് അത് നമ്മുടെ സാധാരണ ഞാൻ ഒരു കണ്ടന്റ് വീഡിയോ പോലും അല്ല ചെയ്യുന്നത്. സാധാരണ നമ്മുടെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, എന്താ വീട്ടു ജോലിയാണെങ്കിലും അല്ലാതെ നമ്മുടെ വീട്ടിൽ എന്താ നടക്കുന്നത് അതാണ് ഞാൻ വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ അതിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു നമ്മൾ യൂട്യൂബ് തുടങ്ങിയ മുതലുള്ള അങ്ങനത്തെ ഒരു കണ്ടന്റേ അല്ലായിരുന്നു. അന്നത്തെ പോലെ അന്ന് സത്യം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവരൊക്കെ ആയിരിക്കും എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്താ പറയുക, ഒരാളെ പുഷ് ചെയ്തിട്ട് കാണുട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടോ എന്ന് എനിക്ക് അനുഭവം കൊണ്ട് പറയാൻ കേട്ടോ, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്താ അത് കുറേ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. കാരണം സ്റ്റാറ്റസ് ഇടുമോ അല്ലെങ്കിൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യും, ഒരു എണ്ണം കൂടി, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നില്ല, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല, കാണണമെന്നില്ല. നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട്, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ എന്താ ഒരുപാട് പേര്, ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേറെ പണിയില്ല, എന്താ യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ വേറെ പണിയില്ലേ, ഷോർട്സ് ഇടണമെങ്കിൽ അങ്ങനെ എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ തമാശയ്ക്കാണോന്ന് എനിക്കറിയില്ല, എനിക്കത് സീരിയസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളൊരു കളിയാക്കണ പോലെയൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇതൊരു ജോലിയാണ്, എന്നെ സംബന്ധിച്ച് ഇതൊരു ജോലിയാണ്. അത് യൂട്യൂബിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു ജോലി തന്നെയാണ് എന്നുള്ളത്. കാരണം എന്താ പറയുക, ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് വെക്കും. ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് ഒരു ഏകദേശം ഒരു 900 MB 900 MB എങ്കിലും പോകും. അത് ആ MB എന്ന് പറഞ്ഞാൽ ആ സംഭവം നമുക്ക് വെറുതെ കിട്ടുന്നതല്ല, അത് നമ്മൾ കാശ് കൊടുത്തിട്ട് റീചാർജ് ചെയ്ത് കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഡെയിലി നമ്മൾ ഇതുപോലെ ഒരു 10, 15 അല്ലെങ്കിൽ 20 മിനിറ്റ് 1 GB വെച്ച് ഡെയിലി കളയാൻ ആർക്കെങ്കിലും വട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് വീഡിയോസ്, യൂട്യൂബിൽ വീഡിയോസ് കാണുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്നു, ഇതൊക്കെ ചെയ്തിട്ട് നെറ്റ് പോകണ്ട, ഓക്കെ. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഒരു വീഡിയോ ഇടും, പോസ്റ്റ് ചെയ്യാണ്, നമ്മളൊരു സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലല്ലോ ഇറങ്ങി ചെല്ലുക. നമുക്കെന്താ വെറുതെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ നെറ്റ് കളയാൻ നമുക്കെന്താ വല്ല വട്ടം ഉണ്ടല്ലോ. എല്ലാവരും ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്, ഞാൻ അതുപോലെ തന്നെ ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്, അല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാട്, നല്ല കഷ്ടപ്പാടുണ്ട്. അത് ഞാൻ എവിടെയും വന്ന് പറയും, നല്ല കഷ്ടപ്പാട് തന്നെയാണ് എന്നുള്ളത്. കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് സമ്പാദിക്കണം എന്ന്, ഒരുപാട് വരുമാനമൊക്കെ ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ചിന്തിക്കണില്ല. ആ ഒരു കാര്യം തന്നെ എൻ്റെ മൈൻഡിൽ ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഡോളറൊക്കെ കയറാം, പോയിന്റ് വരുമ്പോൾ ഇങ്ങനെ പോയിന്റ് വെച്ചിട്ട് തന്നെ ഡോളർ ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ സന്തോഷമുണ്ട്, സന്തോഷമില്ല എന്നല്ല. എന്താ പക്ഷേ എന്താ പറയുക, അങ്ങനത്തെ ഒരു മൈൻഡിലല്ല ഞാനിപ്പോൾ കേട്ടോ. ചാനൽ മോണിറ്റൈസർ ആയി ഞാൻ എന്നാലും ഇത്രയും എനിക്ക് എത്തിച്ചല്ലോ, എനിക്ക് ആ ഒരു ചിന്തയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. എന്താ പറയുക, ഡോളർ ഇപ്പം കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നു, എൻ്റെ ചാനലിൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് സന്തോഷം കേട്ടോ. ചിലവരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ, എനിക്ക് അതൊക്കെ ടെൻഷൻ ആണ് കേട്ടോ. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കേട്ടോ. എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇപ്പോൾ ഞാൻ 2024 യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ 2024 ജനുവരിയിൽ തുടങ്ങിയ ചാനലാണെന്നുണ്ടെങ്കിൽ 2024 ഡിസംബർ 31 തീയതിക്കുള്ളിൽ, എന്ന് വെച്ചാൽ 365 ദിവസത്തിൻ്റെ ഉള്ളിൽ 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സും ആയിട്ടില്ലെങ്കിൽ, ആ 4000 വാച്ച് ടൈമല്ല, ആ ഒരു വർഷത്തിൽ നമ്മൾ എത്ര വാച്ച് ടൈം സമ്പാദിച്ചു, ആ സമ്പാദിച്ച വാച്ച് ടൈം ഒക്കെ ഇറങ്ങിപ്പോത്രേ. എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. എന്താ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഇറങ്ങി പോകുന്നതാണ് പറയുന്നത്. പിറ്റത്തെ വർഷം 2025 ജനുവരി ആയിക്കഴിഞ്ഞാൽ ഇത് 10 മണിക്കൂർ 5 മണിക്കൂർ ചിലപ്പോൾ നമ്മൾ 3000 ഒക്കെ എത്തിച്ച് വെച്ചിട്ടുണ്ടാവും.
അതിന്നൊരു ഡെയിലി 10, 15 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. എനിക്കത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്തായാലും മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും ആദ്യം മുതൽ കഷ്ടപ്പെട്ടിട്ട് വീണ്ടും 4000 ആക്കേണ്ടി വന്നേനെ കേട്ടോ. അത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എന്തായാലും എത്തിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിൽ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായി എന്ന് പറയാൻ കാരണം നമ്മുടെ മോണിറ്റൈസേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ 3 പ്രോസസ്സാണുള്ളത്. അതിന് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ എഗ്രി ചെയ്യാണ് കേട്ടോ. അത് എന്താ പറയുക, നമുക്കെല്ലാം ഓക്കെ ആണ് അത് പറഞ്ഞിട്ട് ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഒരു പ്രോസസ്സാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഫസ്റ്റത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. പിന്നെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്രസ്സ്, പിൻ കോഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബയോഡാറ്റ, ആ സംഭവങ്ങൾ കൊടുക്കലാണ്. നെയിം, ഫോൺ നമ്പർ, നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്, ഡിസ്ട്രിക്ട് ഏതാണ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കലാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത്. അത് പ്രോഗ്രസ് ആവാൻ നമ്മൾ എല്ലാം കൊടുത്ത് റെഡിയാക്കി നമ്മൾ പ്രോഗ്രസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ടിപ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. ആ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ 2 ദിവസം പഠിക്കും, 1 ദിവസം, 2 ദിവസം. എൻ്റെ കാണിച്ചത് 24 ഹവേഴ്സിനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, 1 ദിവസം, 2 ദിവസം, ചിലപ്പോൾ വീക്ക്, ആഴ്ചകൾ, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അതൊന്ന് പ്രോസസ്സായി കിട്ടണമെന്നുണ്ട്. പക്ഷെ എൻ്റെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉച്ചയ്ക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നീച്ച പാടെ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഇൻ പ്രോഗ്രസ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ആയി, എൻ്റെ ആ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആശ്വാസമായി, ഈശ്വര. പിന്നെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ആ 2ാമത്തെ പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിലും പ്രോസസ്സ് ആവുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഫസ്റ്റ് വ്ലോഗ് മുതൽ നമ്മൾ ഇപ്പോൾ ഇട്ട വ്ലോഗ് വരെ എന്തെങ്കിലും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസോ പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ മൊത്തത്തിൽ അരിച്ച് പെറുക്കി നമുക്ക് എന്താ പറയുക, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് യൂട്യൂബിന് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല എന്ന് കാണിക്കും. പക്ഷെ എൻ്റെ അതും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതും പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതും റെഡിയാക്കി കിട്ടി കേട്ടോ. അങ്ങനെ ചില യൂട്യൂബ് ടിപ്സിൽ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ആഴ്ചകൾ എടുക്കും മോണിറ്റൈസേഷൻ ഒന്ന് ഓണായി കിട്ടാൻ. പക്ഷെ എനിക്ക് ആകെ സത്യമാണ് 2 ദിവസം എനിക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ 2 ദിവസം ആയില്ലേ തോന്നുന്നു. അങ്ങനെ എൻ്റെ കംപ്ലീറ്റ് ആയി. അയ്യോ, എനിക്കറിയില്ല, എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണ്, അതുകൊണ്ടാണ് ചിലപ്പോൾ സങ്കടം വന്നിട്ടുണ്ടാവുക. ഇതിൽ മോണിറ്റൈസേഷൻ ഓണായി ആ ഡോളറിൻ്റെ ചിഹ്നം അങ്ങോട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. എനിക്ക് സങ്കടം വന്നു. കുറച്ച് നേരം കരയൊക്കെ ചെയ്തു. സന്തോഷം കൊണ്ടാണ്, സങ്കടം കൊണ്ടല്ല. സങ്കടം ഉണ്ട്, അങ്ങനെയല്ല. സന്തോഷക്കണ്ണീര്, ആനന്ദക്കണ്ണീര് എന്ന് പറയില്ല, ആ സംഭവം. എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടിട്ടാണ് അത്രയ്ക്ക് ആക്കി കിട്ടിയത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് നമ്മൾ ഈ വീഡിയോയുടെ മുന്നിൽ ഇത് പറയണ പോലെ അല്ല, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അത്ര ആക്കി തീർത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഫസ്റ്റത്തെ ഇൻകം എങ്ങനെ കിട്ടുമോ കിട്ടില്ല എന്നും എനിക്കറിയില്ല. അഥവാ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതിലും വലിയ സന്തോഷമായിരിക്കും ഉണ്ടാവുക. കാരണം ഞാൻ ആദ്യമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ 10 രൂപ എന്നെങ്കിലും പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ ഈ ലോകം കീഴടക്കിയ പോലെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ഇതായിരിക്കും ഉണ്ടാവുക. കിട്ടുമോ കിട്ടില്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി ഇന്നത്തെ കഴിഞ്ഞല്ല നാളെയൊക്കെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് അത്രയും മുകളിലേക്കൊന്നും ഞാൻ കയറി ചിന്തിക്കണമെന്നില്ല. പക്ഷേ എന്താ പറയുക, ഇപ്പോഴത്തെ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ യൂട്യൂബ് ജേണി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എനിക്കുണ്ടായ ഒരു ചെറിയൊരു അനുഭവം അത്രേ പറഞ്ഞുള്ളൂ. യൂട്യൂബ് ജേണി എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിച്ചു നീട്ടിയിട്ട് ബോറടിപ്പിക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ് കേട്ടോ. കാര്യം മാത്രം പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കാര്യമൊക്കെ വേറെ വഴി കൂടെ ഒക്കെ പോയി. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ടാണ് കേട്ടോ. ഒന്നാമത്തെ സന്തോഷമാണ്. സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കട്ടെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. എന്താ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. കഷ്ടപ്പാട് കാണുന്നവർക്ക് വെറും നിസ്സാരമായിരിക്കും. യൂട്യൂബ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും, വീട്ടിലത്തെ കാര്യങ്ങളാണ് ചെയ്യണമെങ്കിൽ പോലും അറിയാലോ, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാണ്ടാവും. 2 കുഞ്ഞു കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് കേട്ടോ. വീഡിയോ ചെയ്യലും വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യലും വീഡിയോ എടുക്കണതല്ല ബുദ്ധിമുട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുക, അത് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ആ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അതിൽ കണ്ടുണ്ടോ, വ്യൂസ് കയറുന്നുണ്ടോ എന്നൊക്കെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഞാൻ നോക്കാറുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും, യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് നോക്കും, ഈശ്വര അതിൽ കണ്ടിട്ടുണ്ടോ, എത്ര ആൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ എന്താ പറയുക, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് ഈ യൂട്യൂബിൻ്റെ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ മുന്നേ തൊട്ട് തുടങ്ങിയ ചോദ്യമാണ്, ചാനൽ മോണിറ്റൈസ്ഡ് ആയില്ലേ എന്നുള്ളത്. ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞൊരു അനുഭവം മാത്രമാണ് ഇപ്പോൾ ഇത്. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങൾ കാരണം കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്നും ഇവിടെ എത്തില്ലായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവില്ല. ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയി വന്നിട്ട് അങ്ങനെ എന്താ പറയുക, ചിലപ്പോൾ മോണിറ്റൈസ്ഡ് ആവില്ലായിരിക്കും. സപ്പോർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഇടാനാണെന്നുണ്ടെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് പോവുള്ളൂ, വാച്ച് ടൈം കയറുള്ളൂ, ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ സപ്പോർട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്താ പറയുക, ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം, പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.